ആദരണീയനായ യോഗാധ്യക്ഷൻ സാബു വാസുദേവൻ സർ, ഇവിടെ മുഖ്യ സന്ദേശം നൽകുന്ന സ്കൂൾ മാനേജർ സന്തോഷ് സർ, സ്വാഗതം ആശംസിച്ച ധനേഷ് സർ, ദീപക് സർ, രവി മാഡം, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മറ്റ് അധ്യാപകരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രവർത്തനത്തിന് വേണ്ടി മലയാളികളെ വായിക്കുന്നതിന് പ്രേരണ നൽകുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ്റെ ഓർമ്മ ദിനമാണ് PN പണിക്കർ സാറിൻ്റെ. 1995 അദ്ദേഹം മരിച്ചു. 96 മുതൽ വായന ദിനമായി കേരളം ഇത് ആചരിക്കുന്നുണ്ട്, അല്ലേ? കഴിഞ്ഞ വർഷം നിങ്ങൾ ആചരിച്ചില്ലേ? ഇപ്പൊ അത് കേന്ദ്രവും ഇതേ ദിവസം തന്നെ, കേന്ദ്ര ഗവൺമെന്റും ഇതേ ദിവസം തന്നെ വായന ദിനമായി, വായനാ ദിനമാണോ വായന ദിനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായന ദിനം എന്ന് പറഞ്ഞാൽ മതി. വായനയുടെ ദിനം, വായനാ ദിനം എന്ന് പറയുമ്പോൾ മലയാളം പഠിക്കുന്നവരൊക്കെ പറയും വായനയാകുന്ന ദിനമാണെന്ന് വരും. അതുകൊണ്ട് വായന ദിനം എന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞ വർഷം നിങ്ങൾ വായന ദിനം ആചരിച്ചല്ലേ? ഈ മക്കളൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന്, അല്ലേ? ഇല്ലേ? നിങ്ങളുണ്ടായിരുന്ന സ്കൂളുകളിലെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് പഠിച്ച സ്കൂളിലും വായന ദിനം ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ട്. അന്നെല്ലാം വായിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ സാറ് ചോദിച്ചു എത്ര പേര് വായിച്ചു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കൈ പൊക്കുന്നത് ഒരാളും ഒരു മുറി ആളൊക്കെയാണ്. വേറെ ചിലര് സാറ് പറഞ്ഞു ചാക്കാലക്കോളം എടുത്തു വെച്ചോട്ടാ നോക്കുന്നതിന്. അപ്പൊ നമ്മള് എത്ര പേര് വായിക്കാറുണ്ട്? പുസ്തകങ്ങളോ കഥകളോ ഒക്കെ വായിക്കുന്ന എത്ര പേരുണ്ട്? വെരി ഗുഡ്. അത് സാറ് ചോദിച്ചുകൊണ്ടാ പറയാഞ്ഞത്, കണ്ടോ? നമ്മൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള ആൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് കൈപൊക്കുന്നതുണ്ടോ? നിങ്ങളെല്ലാം വായിക്കുന്നവരാ. നമ്മുടെ പുസ്തകങ്ങൾ വായിക്കണം, പുസ്തകങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന പുസ്തകങ്ങളും വായിക്കണം. ഇങ്ങനെ വായിപ്പിക്കാൻ വേണ്ടിയാണ് PN പണിക്കർ സാറ് പ്രവർത്തനം തുടങ്ങിയത്. PN പണിക്കർ സാർ ആദ്യം ഒരു നാട്ടിലൊരു ഗ്രന്ഥശാല സ്ഥാപിക്കുന്ന സമയത്ത്, അന്ന് വായനശാലകളൊന്നും ഇല്ല നാട്ടിൽ, കേട്ടോ. കഷ്ടപ്പെട്ട് ഒരു വായനശാല സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 17 വയസ്സേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 14, 15, 16, 12, 13 ഒക്കെ ഉണ്ട്. വെറും 17 വയസ്സുള്ളപ്പം അദ്ദേഹം ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടി ഇറങ്ങി? അദ്ദേഹത്തിന് വായിക്കാനും മാത്രമല്ല, നമ്മളെ വായിപ്പിക്കാൻ, ജനങ്ങളെ വായിപ്പിക്കാൻ. 45 ഗ്രന്ഥശാല സംഘം അദ്ദേഹം ഉണ്ടാക്കി. അന്ന് CP രാമസ്വാമിയെ ദിവാനായിരുന്ന സമയത്ത് ധനസഹായം വാങ്ങിച്ചുകൊണ്ട് ആദ്യമായിട്ട് അമ്പലപ്പുഴയിൽ സ്ഥാപിക്കപ്പെട്ട ഗ്രന്ഥശാല സംഘം വലിയ പ്രസ്ഥാനമായി. അതിന്റെ അമരക്കാരനായിട്ടിരുന്ന ആളാണ് പണിക്കർ സാറ്. പണിക്കർ സാറ് കുറെ കഴിഞ്ഞപ്പോൾ സർക്കാർ ഏറ്റെടുത്തി ഗ്രന്ഥശാല സംഘം. ഗവൺമെന്റിനെ ആയപ്പോൾ പണിക്കർ സാറ് പുറത്തായിട്ട് പണിക്കർ സാറ് വെറുതെ ഇരുന്നോ? ഇല്ല. നമ്മുടെ ഈ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞെന്തോ? നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നത്, പുസ്തകം തരുന്നു, അത് വെച്ച് പഠിക്കുന്നു, കൂടുതലും നമ്മൾ കാണാതെ പഠിക്കുന്നു, അല്ലേ? കണ്ണാ എന്നത് ഇന്നും വിളിച്ചൂടെ എന്ന് പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ? ഞങ്ങളൊക്കെ പണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മലയാളം വിഷയമായിരുന്നു. ഇങ്ങനെ കവിതകളും പാട്ടുകളും ഒക്കെ പഠിച്ചു. സയൻസ് പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, കെമിസ്ട്രി പഠിക്കുന്നു. ഇത് ഔപചാരികമായ വിദ്യാഭ്യാസം. നമ്മൾ 10ാം ക്ലാസ് പാസ്സാവുന്നു, +2 ആവുന്നു, ഡിഗ്രി ആവുന്നു, വലിയ ഉയർന്ന ഡിഗ്രികൾ കിട്ടുന്നു. ഇതല്ലാതെ നമുക്ക് വായനശാലകളിൽ നിന്ന്, നിങ്ങളുടെ ലൈബ്രറി ഉപയോഗിക്കാൻ പറഞ്ഞില്ലേ? എത്ര പേര് ഉപയോഗിച്ചു? വളരെ കുറച്ച് പേര്, അല്ലേ? ഉപയോഗിച്ചവർക്ക് സന്തോഷം. എല്ലാവരും ഉപയോഗിക്കണം. നമുക്ക് കിട്ടുന്ന അനൗപചാരികമായ വിദ്യാഭ്യാസമാണ് ഇത്. ഈ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം കാൻഫെഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കി. അതിന്റെ അമരത്തിരുന്നു. അങ്ങനെ തലയിൽ കൂടെ വണ്ടി ഓടുന്നുണ്ടോ നമ്മളെയൊക്കെ വായിപ്പിച്ചിട്ട്?
എന്തിനാ വായിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്? വായനയിലൂടെ നന്മയുണ്ടാകത്തുള്ളൂ. അങ്ങനെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ നമ്മളൊരു അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അന്യന് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോഴല്ല, അന്യന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുമ്പോഴാണ്. ഇപ്പൊ പണിക്കർ സാറ് ചെയ്ത് അറിഞ്ഞല്ലേ, എല്ലാവരും ഇച്ചിരി ബോറടിച്ചു തുടങ്ങിയോ? കുമാരനാശാന്റെ ഒരു കവിത കേട്ടിട്ടുണ്ട്, നളിനി എന്ന് കേട്ടിട്ടുണ്ടോ? കുമാരനാശാന്റെ നളിനിക്കകത്ത് നളിനിയോട് ദിവാകരൻ എന്ന് പറയുന്ന അതിലെ നായകൻ പറഞ്ഞു കൊടുക്കുന്ന പറയുന്ന 2 വരികളുണ്ട്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവന് ഉദകി, നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടി ഉതകണം? മറ്റുള്ളവർക്ക് വേണ്ടി. നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാ, അല്ലേ? പക്ഷെ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച് ചത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. PN പണിക്കർ സാറ് 95-ൽ മരിച്ചെങ്കിൽ ഇന്ന് 2025-ൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ജീവിതം അന്യജീവൻ ഉതകി അദ്ദേഹത്തിന്റെ സ്വജീവിതം ധന്യമാക്കിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം ഇതുപോലൊരു കടമയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കാട്ടിത്തന്ന വഴിയെ കൂടെ വായിക്കണം. നിങ്ങൾ കുറെ പേരൊക്കെ വായിച്ചിട്ടുള്ളവരാണെന്നറിയാം. എന്താ വായിക്കേണ്ടത്? എന്തിനാ വായിക്കേണ്ടത്? അറിവ് നേടാൻ. അറിവ് നേടിട്ട് എന്താ ചെയ്യാൻ പോകുന്നു? ജോലി കിട്ടും. എടുക്കാൻ ജോലി കിട്ടണം. ജോലി കിട്ടിയതോട് നമ്മുടെ ജീവിതം മാത്രമല്ലേ ശരിയാകത്തുള്ളൂ, അല്ലേ? അതിന് എന്ത് വായിക്കണം? എന്തിന് വായിക്കണം? എപ്പോ വരെ വായിക്കണം? നമുക്ക് ജോലി കിട്ടാനാണ് വായിക്കുന്നതെങ്കിൽ ജോലി കിട്ടി കഴിയുന്നതോടുകൂടി ആ വായന അല്ലെങ്കിൽ ആ പഠിത്തം അവിടെ നിർത്തണം. അങ്ങനെ നിർത്താനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് വായനശാലയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ പത്രം വരുത്തേണ്ട കാര്യമില്ല, ഉണ്ടോ? നമ്മൾ വായിക്കുന്നത് എന്നും വായിക്കണം. MT വാസുദേവൻ നായരുടെ ദിനമൊക്കെ കഴിഞ്ഞ വർഷം നിങ്ങൾ ആദരിച്ചു കാണുമല്ലോ, അല്ലേ? MT വാസുദേവൻ നായരുടെ പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, മഞ്ഞ്. ആരെങ്കിലും വായിച്ചിട്ടോ? മഞ്ഞ് തുടങ്ങുന്നത് ഒരു വിമല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ വിരസമായ ജീവിതത്തിലൂടെ. അതിന്റെ ആദ്യത്തെ വരി തുടങ്ങുന്നത് വായിക്കാൻ ഒന്നുമില്ല, ഷെൽഫിലുള്ള പല പുസ്തകങ്ങളും പല ആവർത്തി വായിച്ചു വെച്ചതാണ് എന്ന് പറയുന്ന ഒരു വിരസതയിലൂടെയാണ് ആ നോവല് തുടങ്ങുന്നത്. അതിലൊരു മനോഹരമായ ഒരു കഥാപാത്രമുണ്ട്, സർദാർജി എന്ന് പറയുന്നത്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഇനി വായിക്കണം. വളരെ കൊച്ചൊരു നോവല്, 10-80 പേജ് മാത്രമുള്ള ഒരു നോവലാണ് MT വാസുദേവൻ നായരുടെ. നോവലിന്റെ പേരെന്തുവാ? മഞ്ഞ്. മനോഹരമായ നോവലാണ്. ഒരാളുടെ ജീവിതത്തിന്റെ വ്യർത്ഥമായ കാത്തിരിപ്പിന് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്, ആവശ്യമില്ലാത്തതിന് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുന്നത്, അല്ലേ? വരും, വരാതിരിക്കില്ല, എന്തോ ചില കാര്യങ്ങൾ വരും. അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവര് ഒരു ജമ്മു കാശ്മീരിലുള്ള ഒരു സ്കൂളിലെ അധ്യാപികയാണ്. അവര് വീട്ടിലെങ്ങും പോകത്തില്ല, അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെയാണ് അവരുടെ താമസമൊക്കെ. ഇവരുടെ വീടിനടുത്ത് ഒരു സർദാർജി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഒരു സർദാർജി അറിയാമല്ലോ, പഞ്ചാബി, അല്ലേ? ഇതൊന്ന് കേട്ടു നോക്കണം കേട്ടോ. അപ്പോ സർദാർജി എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നുണ്ട്. സർദാർജി ശ്വാസകോശ അർബുദം വന്ന് ഉടൻ മരിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അദ്ദേഹം സർദാർജി ഒരു ദിവസം വന്നിച്ച് ഇവരോട് ചോദിക്കുന്നുണ്ട്, വായിക്കാൻ എന്തെങ്കിലും, ടീച്ചർജി വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ ടീച്ചർ പെട്ടെന്ന് ഇങ്ങനെ വായിക്കുന്നത് എന്താണ് ഏതാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ ഉടനെ ടീച്ചർ പറയും, ഇവിടെ വായിക്കാൻ, നിങ്ങളുടെ വായന ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സർദാർജി ഒരു മറുപടി പറയും, എന്ത് കിട്ടിയാലും ഞാൻ വായിക്കും. റെയിൽവേയുടെ ഡയറക്ടറി ആണെങ്കിലും മരുന്നിന്റെ കുറിപ്പടിയാണെങ്കിലും എന്ത് കിട്ടിയാലും വായിക്കും. അത് വായനയുടെ ഒരു പാഠമാണ്. മരുന്നിന്റെ കുറിപ്പടി വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെല്ലാം വായിക്കണം. നല്ലപോലെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് റോഡിൽ ചിലപ്പോൾ ഒരു പേപ്പർ കിടന്നാൽ അല്ലെങ്കിൽ നോട്ടീസ് കിടന്നാൽ അതും വായിച്ച് അതെന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷ ഉണ്ടാകും. വായിക്കുന്നതിന് സെലക്റ്റീവായിട്ട് വായിക്കണം. നമുക്ക്
വേണ്ട കാര്യങ്ങൾ മാത്രമേ വായിക്കാവൂ. എന്നാലും എന്തും വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ്? ആത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടാണെന്നില്ല, ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രസിദ്ധമായ കുറെ പുസ്തകങ്ങളുണ്ട്. നമ്മളെ നന്മയിലേക്ക്, അറിവിലേക്ക് നയിക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരെഴുതിയ? ജവഹർലാൽ നെഹ്റു. അതറിയാം, അത് വായിക്കണം. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ പഠനം നടത്തിയത്. ജവഹർലാൽ നെഹ്റു വേണ്ട ബോധനം കൊടുത്തുകൊണ്ട് അവരുടെ കത്തുകളിലൂടെ, ഈ അദ്ദേഹം അത് ചെയ്യില്ല, മോളെ ശരിക്കും നോക്കാനൊന്നും പറ്റുന്നില്ല, കത്തുകളയക്കും. ആ കത്തുകളിൽ ജീവിതത്തിന്റെ സമസ്ത പാഠങ്ങളും ഉണ്ടായിരുന്നു. ആ പുസ്തകം വായിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈബ്രറിയിൽ തീർച്ചയായിട്ടും ആ പുസ്തകം കാണും, അതെടുത്ത് വെച്ച് വായിക്കണം. അപ്പൊ നമ്മള് ഗാന്ധി അപ്പൂപ്പന്റെ പാഠങ്ങൾ പഠിക്കും. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഹിറ്റ്ലറിന്റെ പാഠങ്ങൾ, അല്ലയോ? എന്തിനാ ഈ ഹിറ്റ്ലറിന്റെ പാഠവും ഗാന്ധിജിയുടെ പാഠവും എല്ലാം നമ്മൾ പഠിക്കുന്നത്? ഹിറ്റ്ലർ പല മനുഷ്യനല്ലേ? ഹിറ്റ്ലർ നല്ല മനുഷ്യനാണോ? അല്ല. ജർമ്മനിയിലെ ഏകാധിപതിയായിരുന്നു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഒരു നരാധമൻ, ഒരു വംശീയ വെറിയുള്ള ആള്. പിന്നെന്തിനാ നമ്മൾ അയാളെ കുറിച്ച് പഠിക്കുന്നത്? എല്ലാ പാഠങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കാത്തതുകൊണ്ടാണ് ഈ ലോകത്തെല്ലാം യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഞാനൊരു കഥ പറയട്ടെ. കഥ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പണ്ടത്തെ ഒരു വീട്ടില് ഒരച്ഛനും അമ്മയുണ്ട്, 2 ആമക്കളും. അച്ഛൻ ഭയങ്കര കള്ളുകുടിയാണ്. കള്ളുകുടിയെന്ന് മാത്രമല്ല, ഭയങ്കര കുഴപ്പമാണ്. പണ്ടത്തെ കള്ളുകുടിയന്മാർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാല് പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ അമ്മയെ എടുത്തിട്ട് ഇടിക്കുക. ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ? ഇല്ല. കാരണം എന്താ? നമ്മള് സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവായാലും അച്ഛനായാലും വിവരം അറിയും. പണ്ടങ്ങനെയല്ല. പണ്ടത്തെ കള്ളുകുടിയന്മാർ അച്ഛന്മാരൊക്കെ വീട്ടിൽ വന്നിട്ട് പെണ്ണുമ്പിളെ എടുത്തിട്ട് ഇടിക്കും, ചട്ടിയും കലമൊക്കെ തല്ലിപ്പൊട്ടിക്കും, ചെരവയും തവിയൊക്കെ എടുത്ത് കിണറ്റിലിടും. ചിലപ്പോൾ വഴിയിലൊക്കെ കിടക്കുകയായിരിക്കും. ഓടയ്ക്കകത്തു നിന്നൊക്കെ ആ പെണ്ണുമ്പിളെ എന്ന് വലിച്ചോണ്ട് കാലെ പിടിച്ച് വലിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരിക്കും. ഇത്തരം ഒരു ആഭാസന. ഇയാൾക്ക് 2 മക്കളുണ്ട്. 2 മക്കളിൽ മൂത്ത ആള് ഈ തന്റെ കണ്ടുപഠിച്ചു. ആകെപ്പാടെ അയാളുടെ ജീവിതത്തിൽ ആകെ കുഴപ്പങ്ങളായി. നമ്മൾ മാതൃകയാക്കുന്ന ആരെയാണ്? നമ്മുടെ അച്ഛനമ്മമാരെ ആയിരിക്കും, നമ്മുടെ ഗുരുക്കന്മാരെ ആയിരിക്കും, നമ്മുടെ ആദർശ പുരുഷന്മാരായിട്ട് കാണുന്നവരെ ആയിരിക്കും, അല്ലേ? നമ്മുടെ ഈ പലരുടെ ആദർശ പുരുഷൻ, ഇപ്പോ പിന്നെ സിഗരറ്റ് വലിക്കുന്നവരെ ആദർശ പുരുഷന്മാരായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ലഹരിയുടെ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ കാര്യം. ഇതും ലഹരിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈ മൂത്ത ആൾ മഹാകുഴപ്പമായിപ്പോയി. അതേസമയം ഇളയാൾ നന്നായിട്ട് പഠിച്ചു. അവൻ യാതൊരു കുഴപ്പമില്ല. അവൻ കണ്ടുപിടിക്കത്തില്ല, വീട് വലിക്കത്തില്ല, നല്ല മനുഷ്യനെ, നന്നായിട്ട് പഠിച്ചു, ഉയർന്ന ഉദ്യോഗം മേടിച്ച് വലിയ നിലയിൽ, സമൂഹത്തിലെ ഉയർന്ന നിലയിലായി. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കുന്ന തരത്തിലുള്ള വലിയ മനുഷ്യനായി. മൂത്താളിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? എല്ലാ കള്ളുകുടിയന്മാർക്കും ഉള്ളതുപോലെ കള്ളു കുടിച്ച് ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പം? ലഹരിയുടെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. നമ്മുടെ ഈ LSD പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നവർ അവസാനം ഗുരുതരമായ രോഗങ്ങൾക്ക് അടിപ്പെട്ടാണ് മരിക്കുന്നത്. അവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല. അവർക്ക് പിള്ളേരുണ്ടായാൽ അവരും ഇത് തന്നെ കണ്ട് ആകും. ഈ മൂത്ത ആളിൻ്റെയും കരടെല്ലാം കൂടെ വീങ്ങി മരിക്കാറായി കിടന്നപ്പോൾ ഒരു ഡോക്ടർ, ഇയാളൊക്കെ അറിയില്ല, ആ ഡോക്ടർ ഇയാളോട് ചോദിച്ചു, ഇയാളുടെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങൾക്ക് എന്തായിരുന്നു മാതൃകയായ? ഉടനെ അയാൾ പറഞ്ഞു, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് കാരണം എൻ്റെ അച്ഛനാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് കാരണം എൻ്റെ അച്ഛനാണ്. കാരണം എന്താ?
ഞാൻ കാണുന്ന ആരും ഒരു അച്ഛൻ കള്ളു പിടിച്ചിട്ട് വരുന്നു, അമ്മച്ചി എടുത്തൊക്കെ ഇടിക്കുന്നു, തെറി പറയുന്നു. ഞാനും അതല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങനെ ആ തന്ത ഒരുത്തനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഉടനെ ഈ ഡോക്ടർക്ക് ഈ രണ്ടുപേരെ അറിയാം. അപ്പോൾ ഒരു ദിവസം മറ്റേ മോനെ കണ്ടു. ഇങ്ങനെ ചത്തുപോവുകയും ചെയ്തു കേട്ടോ. അയാള് വീങ്ങി കഴിഞ്ഞ ഒത്തിരിക്കാലം ജീവിക്കത്തില്ല, അയാൾ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇളയാളിനെ ഒരു ദിവസം കണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചേട്ടന് ഈ അച്ഛൻ കള്ളുകൂടിയനൊക്കെ ആയി, അയാൾ പറയുന്നത് അയാളുടെ ജീവിതത്തിന് കാരണമായ, ജീവിതം ഇങ്ങനെ ആയതിന് കാരണമായ അച്ഛനാണെന്നാണ്. നിങ്ങളെങ്ങനെ ഈ ഇത്രയും വലിയ ഉയർന്ന നിലയിലേക്ക് വന്നത്? അതാരാ കാരണം? ഉടനെ അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ അച്ഛനെ കണ്ടാണ് പഠിച്ചത്. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ അച്ഛനാണ്. കാരണം ദിവസവും അച്ഛൻ വീട്ടിൽ വന്ന് അമ്മയെ എടുത്തിട്ട് ഇടിക്കുന്നതും ഈ നാശങ്ങൾ ഉണ്ടാക്കുന്നതും അച്ഛൻ്റെ ജീവിതത്തിന്റെ പരിണാമവും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കണ്ടപ്പോൾ അമ്മയുടെ ദുഃഖം ഈ മോൻ കണ്ടു. എങ്ങനെയാവരുത് ഒരു മനുഷ്യൻ എന്ന് ഞാൻ ആ പാഠം അതിനകത്തുനിന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ വായിക്കുന്നത് ഹിറ്റ്ലറെ കുറിച്ച് വായിക്കുമ്പോഴും ഗാന്ധിജിയെ കുറിച്ച് വായിക്കുമ്പോഴും ഏതാണ് നമ്മളെ, നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മോശം വ്യക്തികളാകുന്നത്, ലഹരിക്ക് അടിമകളാകുന്നത്. ഞാൻ ഇന്നൊരു വാർത്ത ഇന്ന് രാവിലെ കേട്ടത്, ഞെട്ടലോടുകൂടി ഞാൻ കേട്ടൊരു വാർത്തയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വായിക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും എന്താണ് പ്രയോജനം? എന്താ വലിയ ഉദ്യോഗങ്ങളിൽ ഇരുന്നാൽ എന്താ പ്രയോജനം? വല്ല പ്രയോജനമുണ്ടോ? വായിക്കുന്നത് നന്നായി വായിക്കുക, ഉൾക്കൊണ്ടത് ഉൾക്കൊള്ളുക. പിന്നെ എന്തിനു വായിക്കണം, എപ്പം വായിക്കണം? വായിക്കുന്നതിന് സമയമുണ്ടോ? പഠിക്കുന്ന നിങ്ങൾ മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാലും വായിക്കണം. നിങ്ങൾ ഭഗത് സിംഗിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഈ സർദാർജിയുടെ കാര്യം പറഞ്ഞു. സർദാർജിക്ക് എന്ത് വേണേലും വായിക്കാം എന്ന് പറയുന്ന സർദാർജി മരണത്തിലേക്ക് അടുക്കുന്ന ഒരാളാണ്. അപ്പോഴും അയാൾക്ക് വായിക്കണം എന്നുള്ളതാണ്, അറിയണം എന്നുള്ളതാണ്. മരിക്കാൻ പോകുന്ന ഒരാൾ എന്തിനാ അറിയുന്നത്? നമുക്ക് ജോലി കിട്ടാനാണ് ഈ വായിക്കുന്നതെന്ന് പറഞ്ഞു. ജോലി കിട്ടാനാണെങ്കിൽ അതോടുകൂടി നിർത്തണം. മരിക്കാൻ പോകുന്ന ഒരാൾ എന്തിനാ വായിക്കുന്നത്? ആ വായന എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക, അതാണ് നമ്മുടെ ജീവിതം. ഭഗത് സിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ അറിയാമല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി കൊലക്കയർ ഏറ്റുവാങ്ങിയ ആളാണ്. അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞപ്പോൾ അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നവരോട് ചോദിച്ചു. ചാവാൻ പോകുന്ന ഒരാളോട് അവസാനത്തെ ആഗ്രഹം എന്തോന്ന് ചോദിച്ചാൽ, എനിക്ക് പിന്നെ എൻ്റെ കൊച്ചുമോന്റെ ചോറൂടെ കണ്ടിട്ട് മരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അത് പണ്ടായിരുന്നു, പണ്ടത്തെ ഈ കഥകളിലൊക്കെയാ. ദൈവങ്ങളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി നിനക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കളിപ്പിക്കുന്ന ഒരു വരം ചോദിക്കാം. ഇത് അങ്ങനെയൊന്നും അനുവദിക്കത്തില്ല. മരിക്കാൻ പോകുന്ന ഒരാളിന് എന്താ ആഗ്രഹം? അവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം, പരിപ്പ് കൂട്ടണോ, പപ്പടം കൂട്ടണോ, അല്ലെങ്കിൽ ഇച്ചിരി കള്ളു കുടിക്കണോ, അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ. അപ്പോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അവസാനമായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭഗത് സിംഗ് പറഞ്ഞ ഉത്തരം എന്താ? നിങ്ങൾ പലരും വായിച്ചിരിക്കും. എന്താ പറഞ്ഞത്? എനിക്കൊരു പുസ്തകം വായിക്കണം. ലെനിന്റെ ആത്മകഥ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിക്കണം. കൊല്ലപ്പെടാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ഒരാൾ ആവശ്യപ്പെട്ടതാണ് എനിക്ക് പുസ്തകം വായിക്കണം എന്നുള്ളത്. ഇപ്പൊ വായന എന്ന് പറഞ്ഞാൽ എന്താ? വായന എപ്പോഴാണ് വായിക്കേണ്ടത്, എന്തിനാണ് വായിക്കേണ്ടത്? അതിന്റെ എല്ലാ ഉത്തരങ്ങൾ പല കഥകളിലായിട്ട് ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പൊ നമ്മൾ നന്നായിട്ട് വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരി ഏതാ? വിഷ്ണുപ്രിയ ഏതാ? ഇന്ത്യയിൽ അപ്പുറത്താ. വിഷ്ണുപ്രിയ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യുമോ? വിഷ്ണുപ്രിയക്ക് 2 മിഠായി കിട്ടിക്കഴിഞ്ഞാൽ മോക്കൊരു മിഠായി തരും. ഒരു മിഠായി കിട്ടിയുള്ളെങ്കിലോ അതിന് തരും. വെരി ഗുഡ്. എന്നാൽ എല്ലാവരും അങ്ങനല്ല. എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്ത് യഥാർത്ഥത്തിൽ നമുക്കില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞല്ലേ, ഞാൻ വിശന്ന് വിഷ്ണുപ്രിയ വിശന്ന് പട്ടിണി ഇരിക്കുക, ആ സമയത്താണ് വിഷ്ണുപ്രിയയുടെ കയ്യിൽ ഒരു ആപ്പിൾ കിട്ടുന്നത്.
തരുമോ നമുക്ക്? വിഷ്ണുപ്രിയയുടെ ആവശ്യം വിശപ്പ് മാറ്റിയിട്ടല്ലേ തരത്തുള്ളൂ, അതിന്റെ പകുതി തരുമായിരിക്കും. പക്ഷേ നമുക്ക് എന്തും ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്, നമുക്ക് എന്തും തരുന്ന ഒരു സുഹൃത്തുണ്ട്. അത് ഒരേ ഒരു സുഹൃത്ത് പുസ്തകം. എവിടെ വേണേലും കൂട്ടാവുന്ന ഒരു സുഹൃത്താണ് പുസ്തകം. വാർദ്ധക്യത്തിലൊക്കെ എത്തി ഇപ്പം പലരും പിന്നെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലും പിന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ പോയി താമസമാണ്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ചിലപ്പോൾ പാർട്ട്നേഴ്സ് പോയി കഴിയുമ്പോൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അവർക്ക് ആശ്രയിക്കാവുന്ന ഒന്ന് പുസ്തകമാണ്. എന്നും നമുക്ക് സുഹൃത്തായിട്ടിരിക്കാവുന്ന ഒന്ന്. നമുക്ക് എന്ത് പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം അതാണ്. നമ്മൾ നേരിട്ട് കാണുന്നതും നേരിട്ട് പഠിക്കുന്നതും കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ. വായനയിലൂടെ നമ്മൾ അറിയാത്ത ലോകങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ട് വായിക്കണം. എത്ര സമയം? ഉണ്ട്. കുട്ടികളുടെ കുറച്ച് പരിപാടികളുണ്ട്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. സൂപ്പർ ഡാൻസോ ആച്ചക്ക നിങ്ങളുടെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. എന്തായാലും നമ്മൾ പഠിക്കേണ്ടതിന്റെ ഉദ്ദേശം ഞാൻ ഒരു കഥയും കൂടെ പറയാം. ഒരു കഥയും കൂടെ പറഞ്ഞെങ്കിൽ നിർത്താം കേട്ടോ. ഈ നമുക്ക് കഥകൾ പറയുക മാത്രമല്ല, നിങ്ങളും കഥകൾ പറയണം. ഞങ്ങളെ എന്തിനാണ് വായിക്കുന്നത് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ പണ്ടൊരു പാഠം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സാറുമാർ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചൈത്രന്റെയും മൈത്രന്റെയും കഥ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്തെ ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ വന്ന് പഠിക്കുന്നില്ലേ? അത് പണ്ട് ഒത്തിരി കാലം മുമ്പ് സ്കൂളിലല്ല വന്ന് പഠിക്കുന്നത്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അന്നത്തെ ഹോസ്റ്റൽ വിദ്യാഭ്യാസത്തിന്റെ പേര് ഗുരുകുല സമ്പ്രദായം എന്നായിരുന്നു. അത് കേട്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസം പണ്ട് മുതലേ തുടങ്ങിയതാ. എഴുത്തുപള്ളികള് ബുദ്ധമതക്കാർ വന്ന് നമുക്ക് എഴുത്തുപള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് മിഷണറിമാർ വന്ന് നമുക്ക് സ്കൂളുകൾ സ്ഥാപിച്ചു. നമുക്ക് മലയാളം നന്നായിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വായന ഒരുപാട് ഘട്ടങ്ങളിലൂടെ വന്നു. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ കഥ മാത്രം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അപ്പൊ ഈ ചൈത്രന്റെയും മൈത്രന്റെയും കഥ പറയാ. അന്നത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസം ഇന്നത്തെ പോലെ പോയി ഫീസ് ഒന്നും കൊടുക്കണ്ട. ഇപ്പൊ ഫീസ് ഒത്തിരി കൊടുക്കണ്ടേ? നമ്മുടെ സ്കൂളുകളിലെ ഫീസ് അധികം ഇല്ലെങ്കിലും അൺഎയ്ഡഡ് സ്കൂളിലോ ഇന്റർനാഷണൽ സ്കൂളിലോ ഒക്കെ ആണെങ്കിൽ ക്യാപിറ്റേഷൻ ഫീസ് ഉണ്ട്, ഭാരിച്ച ഫീസ് ഉണ്ട്, വണ്ടി ഫീസ് ഉണ്ട്, തൊഴുന്നതിനും പിടിക്കുന്നതിന് ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ടുകളൊക്കെ മേടിച്ചാണ്. അന്നത്തെ കാലത്ത് ഗുരുകുലത്തിൽ അങ്ങനെയൊന്നുമില്ല. അവിടെ പോയി പഠിക്കണം. ഹോസ്റ്റൽ എന്ന് പറയുന്ന ഗുരുവിന്റെ വീടാണ്. അവിടെ പ്രത്യേകിച്ച് ഫീസ് ഒന്നുമില്ല. പക്ഷേ ഫീസ് ഇല്ലെങ്കിലും അവിടെ ഗുരുനാഥന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യണം. അരി കഴുകി കൊടുക്കണം, പാത്രം കഴുകണം, കാട്ടിൽ പോയി വിറവ് വെട്ടിക്കൊണ്ടുവരണം. ചുരുക്കത്തിൽ ഗുരുവിനും ഗുരുവിന്റെ പത്നിക്കും പരമസുഖം. പിള്ളേരെല്ലാം ചെയ്തോളൂ, അല്ലയോ? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ കേട്ടോ, സാറ് വിളിച്ചേച്ച് പറയും, മേശപ്പുറത്തോട്ട് കാല് വെച്ചേച്ച് സാറ് പറയില്ല, ഒരു മുറുക്കാനും മേടിച്ചില്ല, അല്ലെ അവിടെ പോയി ചായയും മേടിച്ചിട്ട് പോവാം. നമ്മൾ ഓടി കടയിൽ പോയി മേടിച്ചിട്ട് നമുക്ക് അത് സന്തോഷമാണ്. ക്ലാസ്സിൽ ഇച്ചിരി മാറിയിരിക്കല്ലേ. ഇപ്പൊ അങ്ങനൊന്നും ചെയ്യത്തില്ല. പണ്ടത്തെ ഗുരുകുലത്തിൽ അങ്ങനെയല്ല. ഗുരു അതിന്റെ ഓൾ ഇൻ ഓൾ ആണ്. ഇപ്പൊ നമ്മുടെ ഗുരു ആരാ? പണ്ട് ഗുരുവും ശിഷ്യനുമായിരുന്നു. ഗുരുത്തക്കേടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എല്ലാം അനുസരിച്ചൊക്കെ നിന്നോണം. ഗുരു പറയുന്ന ജോലിയെല്ലാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സാറും കുട്ടികളായിരുന്നു. ഇപ്പൊ എങ്ങനാ? ഇപ്പൊ അളിയനും മച്ചാനും ഒക്കെ അല്ലയോ? സാറന്മാരുമായിട്ട് അല്ലേ? കമ്പനി അല്ലേ ഇപ്പൊ? അതെ, നിങ്ങൾക്ക് ഭാഗ്യം ചെയ്തവരാ. അപ്പോ ഞാൻ പറഞ്ഞത് കഥയിൽ നിന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരുടെ പേരാണ് ചൈത്രനും മൈത്രനും. പോയിക്കോളാം, പോയി കടിച്ചോ? അപ്പം ഗുരുവിന്റെ 2 ശിഷ്യന്മാരുടെ പേരെന്താ? ചൈത്രനും മൈത്രനും. അന്ന് ഗുരുകുലത്തിൽ താമസിക്കുമ്പം ഇവര് ഗുരുവിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. മരി കഴുകും, പാത്രം കഴുകും,
ഗുരുവിന്റെ കാല് തിരുമണം, എണ്ണയിട്ട് തലമുടിയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം ശിഷ്യന്മാരാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാലം കഴിയുമ്പം ഗുരു ഒരു പരീക്ഷ ഇടും. ഇപ്പോഴത്തെ പോലെ പബ്ലിക് പരീക്ഷ ഒന്നുമില്ല, ഗുരു നിശ്ചയിക്കുന്നതാണ് പരീക്ഷ. ഗുരു ഒരു പരീക്ഷ ഇട്ടു. രണ്ടുപേരുടെ കയ്യിൽ ഇച്ചിരി പൈസ കൊടുത്തു. ഇന്നത്തെ ഒരു 500 രൂപയ്ക്ക് തുല്യമായ തുകയാണെന്നില്ല. കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 മുറിയുണ്ട്, മുറി തന്നിരിക്കാം. കിട്ടാവുന്ന പരമാവധി സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുറി നിറച്ചു വെക്കണം. ഞാൻ ഇന്ന ദിവസം നിങ്ങളുടെ മുറി നിങ്ങളെ പരീക്ഷിക്കാൻ പറ്റും. നമ്മളോട് ഇങ്ങനെ ചോദിക്കാവുന്നതല്ലയോ? സാർമാര് പറയാം, 500 രൂപ നമ്മളെ തന്നിട്ട് പറയുക, നിങ്ങൾ നിങ്ങളുടെ മുറി കിട്ടാവുന്ന മാക്സിമം സാധനങ്ങൾ വെച്ച് നിറച്ചു വെക്കുക. അപ്പോ ഈ ചൈത്രനെ മൈത്രനെ എന്നിട്ട് 2 വഴിക്ക് വിട്ടു. ഇവർ തമ്മിൽ ചർച്ച ചെയ്യരുതല്ലോ, പരീക്ഷ നടത്തുമ്പോൾ അങ്ങനല്ലേ. അപ്പോ ചൈത്രൻ ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യുന്നത്? 500 രൂപയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 1 കിലോ സവാളയ്ക്ക് വേണം 80 രൂപ, 1 കിലോ അരിക്ക് വേണം 60 രൂപ. ഇത് മുറി നിറയത്തക്ക തരത്തിൽ എത്ര 500 രൂപയ്ക്ക് എത്ര സാധനം മേടിക്കും? മറ്റേ ആളുകൾ ഇത് തന്നെ ചിന്തിച്ചത്. എന്നിട്ട് ഗുരു ചൈത്രന്റെ വീട് സന്ദർശിക്കാൻ എത്തി. ആദ്യം ചൈത്രന്റെ അടുത്തായിരുന്നു. ചൈത്രന്റെ അടുത്ത് ചെന്നപ്പം ഗുരു ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈസ കൊടുത്ത് കുറച്ച് സുഗന്ധദ്രവ്യങ്ങൾ മേടിച്ചു, ഒരു വിളക്ക് മേടിച്ചു, വിളക്ക് കൊളുത്തുന്ന തീപ്പെട്ടി, അന്ന് തീപ്പെട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം അത് മേടിച്ചു. എന്നിട്ട് ഈ മുറിയിലെല്ലാം വിളക്ക് കത്തിച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ കത്തിച്ച് വെച്ച് വളരെ മനോഹരമാക്കി പ്രകാശപൂരിതമാക്കി. ഈ മുറി മുഴുക്കെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. ചൈത്രന്റെ മുറി 500 രൂപയ്ക്ക് മൊത്തം നിറച്ചോ? എന്തുകൊണ്ടാണ് നിറച്ചത്? പ്രകാശവും സുഗന്ധവും കൊണ്ട് ആ മുറി നിറച്ചു. ഗുരു വന്ന് നോക്കിയപ്പം മുറിക്കകത്തെല്ലാം നല്ല വെളിച്ചമുണ്ട്, നല്ല മണമുണ്ട്. ഇവൻ പറഞ്ഞ പോലെ തന്നെ 500 രൂപയ്ക്ക് ഇവിടെ എല്ലാം നിറച്ചിട്ടുണ്ട്. ഗുരു അവനെ അഭിനന്ദിച്ചിട്ട് വന്നു. മൈത്രൻ ഇങ്ങനെ നടന്നു നോക്കി, 500 രൂപയ്ക്ക് എന്തോ കിട്ടും. പുള്ളി എന്നാ വിചാരിച്ചിട്ട് ഈ ഭാരം കുറഞ്ഞ എന്തെങ്കിലും മേടിക്കാം, കുറച്ച് കച്ചി മേടിക്കാം. കച്ചി മേടിച്ചിട്ട് ഒത്തിരി നിറയുന്നില്ല, മുറി മൊത്തം നടക്കട്ടെ. അങ്ങനെ പുള്ളി നടന്നു പോകുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ വേസ്റ്റ് എല്ലാം കൂടെ പോകുന്നത് വലിയ ലോറിക്കകത്ത്. അന്ന് ലോറി ഉണ്ടോന്ന് ചോദിക്കുന്നത്. അപ്പോ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന സാധനം ഏതാ? ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കളയാൻ പോവായിരുന്നു. അപ്പൊ പുള്ളി ചോദിച്ചു, ഞാൻ 500 രൂപ തരാം, ഈ സാധനം എല്ലാം കൂടെ എന്നെ മുറിക്കാത്തോളം തള്ളി കയറ്റാമെന്ന് ചോദിച്ചു. ഉടനെ അങ്ങേര് പറഞ്ഞു, വേറെ ഒരു 500 രൂപയായിട്ട് ഞാൻ അങ്ങോട്ട് തരാം, എവിടാ പറ കൊണ്ടിടാവുന്നത്. ഈ വേസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ മുറിക്കകത്ത് പരമാവധി നിറയട്ടെ. പരമാവധി നിറച്ച് ആ മുറിക്കകത്ത് കുത്തി വെച്ച ഗുരു ദൂരെ വന്നപ്പോഴേ മൂക്കും കുത്തിക്കേണ്ടായിരുന്നു. അതെയോ? അവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര പാടാ. ഗുരു മുറി പോലും നോക്കാൻ നിന്നില്ല, തിരിച്ചങ്ങ് പോയി. ഇതാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ നേടുന്നത്. നമ്മള് വേണമെങ്കിൽ വെളിച്ചം പകരാം, അല്ലേ? അറിവ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടാം? എന്ത് നൽകാം? വെളിച്ചം നൽകാം. അല്ലെങ്കിൽ നമുക്ക് ദുർഗന്ധം നൽകാം. നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? വെളിച്ചത്തിന്റെ വഴി. നിങ്ങള് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ "എന്റെ പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു" വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല? വായിക്കണം കേട്ടോ. "എന്റെ പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു" എന്നുള്ള ആ നോവലിനകത്ത് ഒരു ഭയങ്കര പണം ഉണ്ടായിരുന്ന ഒരു തറവാട്ടിലെ ഒരു ഉമ്മയാണ്. അവര് പണ്ട് അവരുടെ വീട്ടിൽ ആന ഉണ്ടായിരുന്നാ പറഞ്ഞു. പക്ഷെ സമ്പത്ത് മുഴുക്ക പോയി, ബിസിനസ് എല്ലാം പൊട്ടി, ആർപ്പാടെ കുത്തുപാള എടുത്തിരിക്കുന്ന വീട്ടിലാണ് അവർക്കൊരു മോള് ജനിക്കുന്നത്. ആ മോളെയൊക്കെ വലിയതായിട്ട് ഐശ്വര്യമായിട്ട് കൊണ്ട് നടന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാശെല്ലാം പോയി, ഇവളെ പ്രായിക്കൊണ്ട് നടക്കുക. അപ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിൽ എപ്പോഴും പണ്ട് "എന്റെ പാപ്പയുടെ ഒരു ആന ഉണ്ടാകുന്നുള്ള അഹങ്കാരം വെച്ചുകൊണ്ട് പെരുമാറിക്കൊണ്ടിരിക്കുക. പഴയതെല്ലാം തകർന്നു പോയിട്ടും ആ അഹങ്കാരം മാറാതെ ഇരിക്കുക. അങ്ങനെ അന്ധവിശ്വാസമായി
എന്തെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രവാദം കഴിക്കും. ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് മന്ത്രവാദം കഴിച്ചിട്ട് അപ്പോഴാണ് ഇവരുടെ അയൽ വീട്ടില് ഒരു മാഷ് താമസിക്കാൻ വന്നത്. ആ മാഷ് വളരെ വിദ്യാഭ്യാസമുള്ളായിരുന്നു. അവർ ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞ് അവസാനം മന്ത്രവാദത്തിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും. ഇവിടെ പിന്നെ കഥാപാത്രത്തിന്റെ പേര് ആമിനെന്നോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ ബോധം കെട്ടി കിടക്കുമ്പോൾ അതിനെ ചെറിയ പ്രായത്തിൽ പിടിച്ച് കെട്ടിക്കാൻ തുടങ്ങും. അവിടെ വെച്ച് ഇതിനെ മന്ത്രവാദം ചെയ്ത് ബോധം കെട്ടി കിടക്കുമ്പോൾ മറ്റവര് വിളിച്ചോണ്ട് വന്ന് അറിവുള്ളവരുടെ കയ്യിലോട്ടാണ് ഈ കുട്ടിയെ കിട്ടുന്നത്. അത് ബോധത്തിൽ നിന്ന് ബോധം പിന്നെ വീഴുന്ന സമയത്ത് ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടവിടെ, മറ്റൊരു ഫോർവേഡാ, അവിടെ വൈദ്യുത വെളിച്ചം വന്നുണ്ട്. ആ ലൈറ്റ് കാണുമ്പം അവർ പറയുന്ന ഒരു വാക്കുണ്ട്, വെളിച്ചത്തിന് എന്ത് വെളിച്ചം. വെളിച്ചത്തിന് ബഷീർ ചുമ്മാതെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കല്ല, കണ്ണിനകത്തോട്ട് വെളിച്ചത്തിന് അറിവിന്റെ വെളിച്ചമാണ്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നന്മയിലേക്കുള്ള വെളിച്ചമാണത്. നേരത്തെ നമ്മൾ പറഞ്ഞ ചൈത്രം നമുക്ക് നൽകിയ വെളിച്ചമാണ്. ആ വെളിച്ചം വീശാണ്. നിങ്ങൾക്കെല്ലാം കഴിയട്ടെ. നിങ്ങളുടെ എല്ലാം വായന അടുത്ത പ്രാവശ്യം ഇതുപോലെ വരുമ്പോ അടുത്ത പ്രാവശ്യം നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എത്ര വായിച്ചു ഈ വായന. ഈ എല്ലാ പ്രാവശ്യവും ജൂൺ 1 ഓരോ മരം നടും, അടുത്ത ആഴ്ച അതിന് പശു തിന്നും, ഇല്ലയോ? ഇങ്ങനല്ലേ നമ്മുടെ പരിപാടി. അച്ഛൻ ദിനത്തിന്റെ അന്ന് ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും, പിറ്റേന്ന് അങ്ങനത്തെ പെടലിക്ക് ഒരു അടിയിരിക്കും. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെ. ഇതല്ല വേണ്ടത്. നമ്മൾ വായന ദിനം ആചരിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി ആചരിക്കുക. നിങ്ങൾ വായനയിലേക്ക് കടക്കുക. വായനയിലൂടെ നിങ്ങളുടെ മനസ്സിൽ അറിവുണ്ടാകട്ടെ. അറിവ് അക്ഷരം അഗ്നിയാണ്, അറിവ് വെളിച്ചമാണ്. ആ വെളിച്ചം ലോകം മുഴുക്ക പരത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലബുകളുടെ ഉദ്ഘാടനവും ഈ യോഗത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.